നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ 2 ആശുപത്രികളിൽ നിന്നായി 3 നവജാത ശിശുക്കൾ. വനിത തട്ടിയെടുത്തത് 3 അമ്മമാർ നൊന്തു പ്രസവിച്ച കൺമണികൾ. പിടിയിലായപ്പോൾ മോഷ്ടിക്കാനുണ്ടായ കാരണം വനിതാ പോലീസ് സംഘത്തോട് പറയുകയും ചെയ്തു. കാരണം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രവാസ ലോകം. വേദനാജനകമാണ് കാരണമെങ്കിലും ആ വേദനയിൽ നിയമം കനിവ് കാട്ടിയില്ല. ഒടുവിൽ ആ വനിതയ്ക്ക് വധശിക്ഷ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രമല്ല ഇവർ ചെയ്ത കുറ്റം എന്നിരിക്കെയാണ് ഇത്രയും വലിയ ശിക്ഷയ്ക്ക് നിയമം വിധിച്ചിരിക്കുന്നത്. സൗദിയിലെ 2 ആശുപത്രികളിൽ നിന്നായി 3 നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി സൗദി വനിത മറിയമിനു ധമാമിന് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. 3-ാം പ്രതി യമനിക്ക് 25 വർഷത്തെ തടവുണ്ട്. 5 പ്രതികളുള്ള കേസിൽ 2 പേരുടെ ശിക്ഷയാണ് കഴിഞ്ഞ ദിവസം വിധിച്ചത്. 1993 ജൂലൈ 4-ന് ഗത്തീഫ് ആശുപത്രിയിൽ നിന്ന് സെപ്റ്റംബർ 8, 1999 ജൂലൈ 21 എന്നീ തീയതികളിലാണ് ദമാം മെറ്റേണിറ്റി ആശുപത്രിയിൽ നിന്നുമാണ് നഴ്സിന്റെ വേഷത്തിലെത്തിയ വനിത കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. ആദ്യ കുഞ്ഞിന് ഭർത്താവിന്റെ അറിവോടെ ഫാമിലി കാർഡിൽ പേര് ചേർത്ത് സൗദിയിൽ തിരിച്ചറിയൽ കാർഡ് എടുത്തിരുന്നു. എന്നാൽ മറ്റ് 2 കുട്ടികളുടെ പേര് ചേർക്കാൻ 2ാം ഭർത്താവ് വിസമ്മതിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡ് എടുക്കാനായി വീണ്ടും സമർപ്പിച്ച രേഖകളിൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് 2.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന തട്ടിക്കൊണ്ടുപോകൽ പുറം ലോകം അറിഞ്ഞത്. ആൺമക്കളില്ലാത്ത വിഷമമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്ന് വനിത സമ്മതിച്ചു. തുടർന്ന് DNA പരിശോധന നടത്തി യഥാർത്ഥ രക്ഷിതാക്കളെ കണ്ടെത്തി 3 കുട്ടികളെയും കൈമാറുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം, കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പൗരത്വവും നിഷേധിക്കൽ, കള്ളം പറയൽ തുടങ്ങിയ കുറ്റങ്ങളാണ് വനിതയ്ക്കെതിരെ ചുമത്തിയത്. വിദേശത്തുള്ള 5-ാം പ്രതിയെ സൗദിയിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.